നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്ത: കോഴിക്കോട്ട് നിന്ന് 1 വർഷം മുൻപ് കാണാതായ 53കാരനെ കൊന്നു കുഴിച്ചിട്ടത് എന്ന് കണ്ടെത്തൽ. തമിഴ്നാട് നീലഗിരിയിലെ ചേരമ്പാടി വനത്തിൽ നിന്നാണ് വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചതുപ്പ് സ്ഥലത്ത് കുഴിയെടുത്തുള്ള പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നീരുറവയുള്ള സ്ഥലത്താണ് മൃതദേഹം കിടന്നിരുന്നത് എന്നും മൃതദേഹം അഴുകിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. 2 പേരെ നമുക്ക് കസ്റ്റഡിയിലെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തതിൽ അവരെ കൺഫെഷൻ പ്രകാരം നമ്മൾ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ബോഡി മിസ്സിംഗ് ആയ ആൾ തന്നെയാണോ എന്ന് DNA ടെസ്റ്റൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമേ മറ്റു കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ 2024 മാർച്ചിൽ ഹേമചന്ദ്രന്റെ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയെന്ന ഭാര്യ സുബിഷയുടെ പരാതിയിലാണ് അന്വേഷണം നടന്നത്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ ഉള്ളത് മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്താണ്. അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിച്ച് ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അതിൽ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമുണ്ട്. പക്ഷേ അഴുകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഹേമചന്ദ്രന്റേതാണ് എന്നത് പോലീസ് പറയുന്നുണ്ട്. എന്തൊക്കെയാകും അടുത്ത നടപടിക്രമങ്ങൾ? ഇതിൽ പ്രധാന പ്രതി നൌഷാദ് എന്നയാളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. അയാൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പോലീസ് എങ്ങനെയാണ് ഈ കേസ്, ഇതിന്റെ അന്വേഷണം നടത്തിയത്, ഈ മൃതദേഹത്തിലേക്ക് എത്തിയത്? അനുജ, 2024 ഏപ്രിൽ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തിരോധാനം നടക്കുന്നത്. ഹേമേന്ദ്രനെ കാണാനില്ല എന്നുള്ള പരാതി ഭാര്യ സുബിഷ പോലീസിൽ നൽകുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിലൊരു ഹീനമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 3 പേരാണ് എന്നുള്ള പ്രതികൾ എന്നുള്ള കൃത്യമായ വിവരം പോലീസ് സമാഹരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു. ജ്യോതിഷ്, അജേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ വയനാട് സ്വദേശികളാണ്. മറ്റൊരു പ്രതി ഈ കേസിൽ നൌഷാദ് എന്നയാളാണ്. ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. മൃതദേഹം എവിടെ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പിന്നീട് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് മൃതദേഹം ചേരമ്പാടിയിൽ നിന്ന് കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായത്. ഇന്ന് രാവിലെ മുതലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നത്. ചേരമ്പാടിയിൽ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം അകലെ വനമേഖലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നാണ് പ്രതിയായിട്ടുള്ള അജേഷ് മൊഴി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ACP ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് ACP ആയിട്ടുള്ള ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ കാട്ടിക്കൊടുത്ത ഏതാണ്ട് പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെ ഉൾവനത്തിലായി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം അഴുകിയിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തണുപ്പ് നിലനിൽക്കുന്ന പ്രദേശമാണിത്, ഉറവയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രദേശത്ത് അതുകൊണ്ടാണ് മൃതദേഹം അഴുകാതിരിക്കാനുള്ള ഒരു കാരണം അതുകൊണ്ടാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 1.5 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ടായിരുന്നു. അതായത് പണം പലിശയ്ക്ക് നൽകുന്നതുമായി, പണം ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. തട്ടിക്കൊണ്ടുപോയത് ഒരു കാറിലാണ്. മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നാണ് കാറിൽ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് വയനാട് വഴി ഗുണ്ടൽപേട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്നുമാണ് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഈ കാടിനുള്ളിൽ കുഴിച്ചിടുന്ന അവസ്ഥയുണ്ടായത്. സുർജിത്ത്, ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതികളുടെ ചിത്രമാണ്. അത് 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നത് ഈ പ്രതികളാണ്. പോലീസ് പിടിയിലുള്ള പ്രതികളുടെ ചിത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, 2 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്, അറസ്റ്റിലായവർ എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ പേര് വിവരങ്ങൾ ഒരിക്കൽ കൂടി, അവരുടെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവർ കുറ്റം സമ്മതിച്ചു എന്നതുൾപ്പെടെ പുതിയ വിവരങ്ങൾ. അനുജ, ഏറ്റവും പുതിയ വിവരം പോലീസിനോട് പ്രതികൾ കൊലക്കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പ്രതികൾ 2 പേർ ഇപ്പോൾ 24ന്റെ സ്ക്രീനിലൂടെയാണ് ഈ കൊടും കുറ്റവാളികളെ ആദ്യമായി മലയാള പ്രേക്ഷകർ കാണുന്നത്. ഈ പ്രതികളുടെ പേര് വിശദാംശം പറയാം. ഇവർ 2 പേരും ബത്തേരിക്കാരാണ്. ഇതിൽ നീല ഷർട്ട് ധരിച്ചാൽ അത് ജ്യോതിഷാണ്. നീല
ഷർട്ട് ധരിച്ച മുടി മുൻഭാഗത്തില്ലാത്ത ആൾ ജ്യോതിഷ്, ഇയാളായിരിക്കും ഈ കേസിലെ ഒന്നാം പ്രതിയാവാനുള്ള സാധ്യത. ഇതിൽ A1 A2 ക്രമമൊന്നും തീരുമാനിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ കേസിൽ അജീഷ് എന്ന്, അപ്പു എന്ന് വിളിക്കുന്ന അജീഷ്, ഒരു കറുത്ത പുള്ളിയുള്ള ഷർട്ടാണ്. ഇയാൾ പോലീസ് വാഹനത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്, ഫോട്ടോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ രണ്ടുപേരും കൂടിയാണ്, ഇവർക്കൊപ്പം മറ്റു പലരുമുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നൌഷാദാണ്. നൌഷാദ് ഇപ്പോൾ വിദേശത്താണ്. ഇവർ ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തി. ഇവർ കൂടാതെ ഇപ്പോൾ പേര് പറയാൻ സാധിക്കാത്ത ചില പ്രതികൾ കൂടിയുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നുള്ളതാണ് വിവരം. അതിൽ അവർ മാപ്പുസാക്ഷികളാകണമോ പ്രതികളാകണമോ എന്നൊക്കെ അന്വേഷണ സംഘം തീരുമാനിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആസൂത്രിതമായി ഒരു ചെറിയ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ, അതും വലിയ കോടികളുടെ സാമ്പത്തിക ഇടപാടല്ല, ആ ഇടപാടിന്റെ പേരിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയുള്ള ഒരു ആസൂത്രിത മർഡർ, അതായത് തട്ടിക്കൊണ്ടുപോയി ആസൂത്രിതമായി സംഘം ചേർന്ന് ടോർച്ചർ ചെയ്ത് ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. അത്തരം വിവരങ്ങളെല്ലാം തന്നെ ഇവരെ വിശദമായി ഇനിയും ചോദ്യം ചെയ്യുമ്പോഴാണ് പുറത്തു വരിക. പ്രാഥമികമായി രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തമിഴ്നാട് വയനാട് അതിർത്തിയിലുള്ള അജീഷും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ ഉള്ള ജ്യോതിഷും രണ്ടുപേരും കൊലപാതകം പോലീസിന് മുൻപിൽ സമ്മതിച്ചു കഴിഞ്ഞു. അവരുടെ രണ്ടുപേരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പ്രേക്ഷകർ കാണുന്നത്. കേരള പോലീസിന്, കോഴിക്കോട് സിറ്റി പോലീസിന് ബിഗ് സല്യൂട്ട് നൽകേണ്ടതുണ്ട്. കാരണം ഒരു മാൻ മിസ്സിംഗ് കേസ് അൺഡിറ്റക്റ്റഡ് ആയി നിരവധി കേസുകൾ പോകുന്നു. ആ ഘട്ടത്തിലാണ് ഈ കേസിൽ വലിയ ഒരു തുമ്പുണ്ടാക്കി ഈ കൊലപാതകം കണ്ടെത്തിയിരിക്കുന്നത്. അനുജ, ശരി, ഹേമചന്ദ്രൻ കൊലപാതക കേസിലെ രണ്ട് പ്രതികൾ ജ്യോതിഷ്, അപ്പു എന്ന അജീഷ്, ഈ രണ്ട് പ്രതികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചു, കൊലപാതകം നടത്തി എന്നവർ പോലീസിനോട് കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ പോലീസ് തന്നെ പുറത്തുവിടും. പോലീസ് വാർത്താമാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അല്പസമയം മുൻപ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ പ്രതിസന്ധി എന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 24 പുറത്തുവിട്ടതിന് പിന്നാലെ ആരോപണങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് DME വിശ്വനാഥൻ പറഞ്ഞു. വിവാദമായതോടെ പഴയ പോസ്റ്റ് ഡോക്ടർ ഹാരിസ് പിൻവലിച്ചു. നീതി നടപ്പാക്കാനായില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചാണ് ഡോക്ടർ ഹാരിസിന്റെ പുതിയ പോസ്റ്റ്. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട്. വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞു. സംഭവം വിവാദമായതോടെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചു. പിന്നീടിട്ട പോസ്റ്റിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. നമുക്ക് ചട്ടങ്ങൾ പാലിച്ച് നമുക്ക് ചെയ്യാനുള്ള ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് നേരിലുള്ള നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ചട്ടങ്ങൾക്ക് അത്ര എനിക്ക് പറ്റുള്ളൂ. സംവിധാനത്തെ നാണം കെടുത്താൻ എന്താണ്? സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഇല്ലാതെ പേഷ്യൻറ്റിന് ഓപ്പറേഷൻ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത്? സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിശദമായ അന്വേഷണം നടത്തും. ഫേസ്ബുക്ക് പോസ്റ്റ് ദൗർഭാഗ്യകരമാണെന്ന് DME പറഞ്ഞു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തികച്ചും ദൗർഭാഗ്യകരമാണ്. നമുക്ക് തികച്ചും തെറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. ഇന്നലെ 4 കേസ് ഉണ്ടായിരുന്നു. 4 കേസിൽ 3 കേസ് ചെയ്യുകയും ഇതേ ഉപകരണം വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 4ാമത്തെ കേസ് വന്നപ്പോഴാണ് ഇതിൽ ഡാമേജ് വരുന്നതും ആ ഡാമേജ് വന്നുകൊണ്ടാണ് ഈ കേസ് മാറിപ്പോയത്. ഇതിൻ്റെ ഫെബ്രുവരിയിൽ 3 വാങ്ങിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഡിസംബറിൽ വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ജൂണിൽ വാങ്ങിക്കാനുള്ള ഓർഡറും കൊടുത്തിട്ടുണ്ട്. അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയയല്ല മാറ്റിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. ഇക്കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ യൂറോളജി വകുപ്പിന് വാങ്ങി നൽകിയെന്നും വിശദീകരിക്കുന്നു. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് എല്ലാം അറിയാമെന്നും മാസങ്ങൾക്ക് മുമ്പ് പ്രതിസന്ധി മന്ത്രിയെ അറിയിച്ചതാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ആരോഗ്യമേഖലയെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന നിലപാടാണ് വകുപ്പിനുള്ളത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം അല്പസമയം മുൻപ് വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ല എന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തും. ഡേറ്റ് മാത്രമാണ് പറഞ്ഞതെന്നും ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. അന്വേഷിക്കട്ടെ. 312 ശസ്ത്രക്രിയകൾ നടന്നു എന്നുള്ളത് അതൊരു ചെറിയ നമ്പറല്ല.
സൂംബയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള സർക്കാർ നിലപാട്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. ചില മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ മറികടന്ന് സ്കൂളുകളിൽ സൂംബ ഡാൻസ് നിർബന്ധമാക്കുമെന്ന നിലപാടിൽ ഉറച്ച സർക്കാർ. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും രാഷ്ട്രീയമെങ്കിൽ നേരിടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ നിലപാടിനെ പിന്തുണച്ചും എതിർത്തും സംഘടനകൾ ഇന്നും രംഗത്തെത്തി. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ ചില മുസ്ലിം സംഘടനകൾ വിമർശനം തുടരുമ്പോഴും തീരുമാനവുമായി സർക്കാർ മുന്നോട്ടാണ്. സൂംബയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ലഹരിയേക്കാൾ കൊടിയ വിഷമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സൂംബയെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസും KSUവും രംഗത്തെത്തിയപ്പോൾ സൂംബ അടിച്ചേൽപ്പിക്കരുതെന്നും എതിർക്കുന്നവരുമായി ചർച്ച വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. ഇതിനകത്ത് ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം, അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സാർവത്രികമായ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ അതൊരു വിവാദമാകേണ്ട കാര്യം സത്യത്തിലില്ല. വിദ്യാലയങ്ങളിലെ സൂംബയെ പിന്തുണച്ച് BJP രംഗത്തെത്തി. സൂംബ ഡാൻസ് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ പ്രതികരണം. കുട്ടികളുടെ പഠനത്തെയും അച്ചടക്കത്തെയും ധാർമ്മികതയൊക്കെ പ്രതികൂലമായി ബാധിക്കാനാണ് കൂടുതൽ സാധ്യത. അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടാവേണ്ട ഒരാദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബന്ധമുണ്ട്. ആ ബന്ധങ്ങളൊക്കെ തകർന്ന് ഒരു കളിയുടെയും തമാശയുടെയും അവസ്ഥയിലേക്ക് മുതിർന്ന കുട്ടികൾ മാറാൻ പാടില്ല. ഇങ്ങനെ സൂംബയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ ശക്തമാവുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം പങ്കുവച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് PMO? അനുജ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യക്കാരൻ ശുഭാൻശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യം അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരനുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചിരിക്കുന്നത്. നിലവിൽ ഉള്ള അവിടുത്തെ സാഹചര്യം, ഒപ്പം തന്നെ ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇരുവരും സംസാരിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെ ഹ്രസ്വമായ ഒരു കുറിപ്പിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുമായി പ്രധാനമന്ത്രി സംവദിച്ച കാര്യം പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ശുഭാൻശു ശുക്ല കാലെടുത്തു വെച്ച സംഭവം എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഉൾപ്പെടെ വലിയ പ്രതീക്ഷകൾ നൽകിയ ഒരു സംഭവമായിരുന്നു അത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യക്കാരൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുമായി സംവദിച്ചിരിക്കുന്നത്. അനുജ, ശരി. പ്രധാനമന്ത്രി ശുഭാൻശു ശുക്ലയുമായി സംസാരിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു PMO. മലപ്പുറം കാടാമ്പുഴ പാങ്ങിൽ 1 വയസ്സുകാരന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. ചികിത്സ ലഭിക്കാതെ കുഞ്ഞ് മരിച്ചു എന്ന പരാതിയിലാണ് നടപടി. ഹിറ ഹറീറ നവാസ് ദമ്പതികളുടെ മകൻ SN എർഹാനാണ് ഇന്നലെ മരണമടഞ്ഞത്. കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസ് നീക്കം. വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടക്കലിലെ വീട്ടിൽ വെച്ചായിരുന്നു കുഞ്ഞിന്റെ മരണം. പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കോട്ടക്കൽ സ്വദേശി ഹംസത്ത് പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇന്ന് രാവിലെ കുഞ്ഞിന്റെ ഖബറടക്കം നടന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്ന ആരോപണമുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ കുട്ടി 1 മാസത്തോളമായി മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഒരു മെഡിക്കൽ പേഴ്സണൽ ആ കുട്ടിയെ യാദൃച്ഛികമായി കണ്ടപ്പോൾ കുട്ടിക്ക് നല്ല മുഖത്തൊക്കെ ഭയങ്കരമായ മഞ്ഞൊക്കെ ഉണ്ടായതായിട്ട് അവർ പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും അവർ കൂട്ടാക്കിയില്ല. അവര് പോലീസിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാലേ മരണകാരണം വ്യക്തമാകൂ. വീട്ടിലെ പ്രസവത്തിന് ശേഷം
പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുട്ടിക്ക് നൽകിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അക്യൂപങ്ക്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ ഹരീറ അശാസ്ത്രീയ ചികിത്സാരീതികൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. 24 മലപ്പുറം. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുടെ നിർദ്ദേശത്തെ പിന്തുണച്ച് ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും. അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്ത വാക്കുകളിലൂടെ ഭരണഘടനയുടെ ആത്മാവിനെ മാറ്റി എന്നാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞത്. ഭരണഘടന മാറ്റാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതിനെ ചോദ്യം ചെയ്താണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രംഗത്ത് വന്നത്. ഭരണഘടനയുടെ ആമുഖം മാറ്റാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ആമുഖം ഭേദഗതി ചെയ്തത് ഭരണഘടനാ നിർമ്മാതാക്കളോടുള്ള വഞ്ചനയെന്ന് ഉപരാഷ്ട്രപതി. Who at that time, the darkest period emergency, were in captivity without access to justice system and fundamental rights. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റിന്റെ ആവശ്യമില്ലെന്നും മതേതരത്വം ഇന്ത്യൻ സംസ്കാരത്തിന്റെ കാതലല്ലെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ദത്താത്രേയ ഹൊസബലയുടെ ആവശ്യത്തെ പിന്തുണച്ചു. മോദി 10 തവണ പിറന്നാലും ഭരണഘടനയെ തൊടാനാവില്ലെന്നും RSS ശ്രമങ്ങളെ കോൺഗ്രസ് ചെറുക്കുമെന്നും KC വേണുഗോപാൽ. ആ പൂതി നടക്കാൻ പോകുന്നില്ല. അത്തരം ഒരു ഭേദഗതിയുമായിട്ട് അവർക്ക് വരാനും പറ്റില്ല. ശിവരാജ് ചൗഹാൻ അത് പറയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതേസമയം ഭരണഘടന ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും എന്നാൽ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വിധി പരാമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. 24 ഡൽഹി. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയങ്ങളിലൊന്നായി ലുലു IT ട്വിൻ ടവർ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തനം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഫോ പാർക്ക് ഫേസ് 2-വിൽ 500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനവും ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നടത്തി. 1500 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിൽ കടമ്പറയാറിന്റെ തീരത്തെ പച്ചപ്പിന് ചുറ്റുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ IT ഓഫീസ് സമുച്ചയം. 12.74 ഏക്കറിൽ 30 നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം 152 മീറ്ററാണ്. 35 ലക്ഷം ചതുരശ്ര അടിയിലാണ് ട്വിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഓട്ടോമാറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺസെറ്റ് ഹെലിപാഡ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. 3200 കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് അടക്കം 3 നിലകളിലായി 4500 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാം. വികസനത്തിന് ഭരണപ്രതിപക്ഷമില്ലാതെ കൈകോർക്കാമെന്ന് ലുലു ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ വികസനം എന്നത് ഗവൺമെന്റോ പ്രതിപക്ഷമോ എന്ന പ്രശ്നമില്ല. നമ്മുടെ നാടിന് വികസനം ഉണ്ടായേ തീരും. ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക, പിന്തുണ നൽകുക. ബംഗളൂരു, ഹൈദരാബാദ് എന്നീ IT നഗരങ്ങളിലേക്ക് സംസ്ഥാനത്തെ IT പ്രൊഫഷണലുകൾ ചേക്കേറുന്നതിന് ട്വിൻ ടവർ ബദലാകും. സംസ്ഥാനത്തിന്റെ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ കൂടി വികസനത്തിന്റെ മുഖമാകും ട്വിൻ ടവർ. സംസ്ഥാനത്തിന്റെ IT ഹബിലേക്ക് ട്വിൻ ടവർ കൂടി കടന്നു വരുന്നതോടെ വൻ അവസരങ്ങളുടെ വാതിലുകളാണ് തുറക്കുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 2-വിൽ 7000 പേർക്ക് തൊഴിലവസരം ലഭിക്കുന്ന പുതിയ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ ലുലു ചെയർമാൻ MA യൂസഫ് അലി പ്രഖ്യാപിച്ചു. മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തന്റെയിടവും കഴിവുമുള്ള യുവാക്കളാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് നല്ലൊരു പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങുന്നത്. ലുലു ട്വിൻ ടവർ യാഥാർത്ഥ്യമായതോടെ കൊച്ചി സ്മാർട്ട് സിറ്റിയിലേക്കും പുതിയ സംരംഭങ്ങൾക്ക് വഴി തുറക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ P രാജീവ്, GR അനിൽ, PK കുഞ്ഞാലിക്കുട്ടി, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിതിൻ അംബുജൻ, 24 കൊച്ചി. റിപ്പോർട്ടറുടെ ഇന്നത്തെ വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.